ശാസ്ത്രവിരോധം കൊണ്ട് വലിയൊരു വിഭാഗത്തിന് അർഹമായവ നിഷേധിക്കപ്പെട്ടപ്പോൾ ഓരങ്ങളിലേക്ക് ഒതുക്കി നിർത്തപ്പെട്ട പീഡിതർക്ക് അത്താണിയായി, ആശയായി സംഘപ്രവർത്തകരെത്തി. സ്വാശ്രയ സംഘങ്ങളുടെ ശരിയായ അർത്ഥമെന്തെന്ന് സമൂഹത്തെ അഭ്യസിപ്പിച്ച ആ രാഷ്ട്രസാധകർക്ക് കർമ്മോജ്വലമായ നേതൃത്വം നൽകാൻ ആദർശധീരനായ അശ്വനിയുണ്ടായിരുന്നു അവിടെ. ഹിന്ദുവിരുദ്ധരായ കപട വിപ്ലവകാരികളാൽ വേട്ടയാടപ്പെടുവാൻ വിധിക്കപ്പെട്ട ഈ പാവങ്ങൾക്ക് ഇന്ന് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. പരസ്പര സഹായത്തിലൂടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസമുണ്ട്. ഒരു സമൂഹത്തിന്റെ ഭാവിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ഒന്നാമത്തേതാണ്. ആരെയും ശപിക്കാതെ നമുക്കുള്ള മുക്തിയുടെ മാർഗം നാം തന്നെ തുറക്കുമെന്ന ഉറച്ച നിശ്ചയവുമായി പുന്നാട്ടിലും വിദ്യാഭാരതിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായി. ഭാരതത്തിന്റെ മോചനത്തിനായി സ്വയം നിവേദിച്ച ഭഗിനി നിവേദിതയുടെ നാമധേയത്തിൽ ആരംഭിച്ച വിദ്യാനികേതനത്തെ നയിക്കാനെത്തിയ സാരഥിയും മറ്റൊരാളായിരുന്നില്ല, ആ മാതൃകാ ഗുരുനാഥൻ അശ്വനി കുമാർ. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കരുത്തുറ്റ ശൃംഖല, ഇരിട്ടിയിലും പുന്നാടും പേരാവൂരും വ്യാപിച്ചിട്ടുള്ള പ്രഗതി വിദ്യാനികേതൻ, മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും അഭിമാനകരമായ ചരിത്രത്തിലും ആ കർമ്മയോഗിയുടെ അവിശ്രമയജ്ഞത്തിന്റെ മുദ്ര പതിഞ്ഞു കിടപ്പുണ്ട്. ചെയ്തു തീർക്കുവാൻ അസംഖ്യം മനുഷ്യായുസ്സുകൾ വേണ്ടിവരുന്ന കർമ്മങ്ങളെ 26 വയസ്സിനുള്ളിൽ സഫലമായി നിർവഹിച്ച ആ മഹജ്ജീവിതം കൊണ്ട് എന്തെന്തെല്ലാം ഈ നാടിനും നാട്ടാർക്കുമായി ഇനിയും ചെയ്യുവാനുണ്ടായിരുന്നു. സമൂഹത്തിനായി സമർപ്പിച്ച ആ പ്രതിഭയിൽ എന്തെല്ലാം വൈവിധ്യമാർന്ന കർമ്മ പദ്ധതികളായിരുന്നു ഇതൾ വിടർത്തുവാൻ കാത്തുനിന്നിരുന്നത്. കണ്ണൂരിന്റെ അല്ല, കേരളത്തിന്റെ തന്നെ ഭാവിയെ മാറ്റിമറിക്കുവാൻ പോന്നതായിരുന്നു അതുല്യമായ ആ ധിഷണം, അദമ്യമായ ആ കർമ്മ നൈപുണ്യം. പക്ഷേ വിടർന്നെങ്ങും സൗരഭ്യം വിതറി നിന്ന ആ സുന്ദര പുഷ്പം ചവിട്ടിയരയ്ക്കപ്പെട്ടു. ജ്വലിച്ചു നിന്ന ആ ദീപനാളം അണയ്ക്കപ്പെട്ടു. എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന വിനയത്തിന്റെയും വിവേകത്തിന്റെയും ദീപ്തമായ മുഖമണ്ഡലം എന്നേക്കുമായി മറഞ്ഞുപോയി. മനസ്സിന്റെ ജാലകപ്പടിയിൽ ഒരിക്കലും മായാത്ത ഓർമ്മകളുടെ ഒരുപിടി പൂക്കളും ഒരുപാട് സുഗന്ധവും ശേഷിപ്പിച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആ സന്ദേശവാഹകൻ സർവേശ്വര പാദങ്ങളിലേക്ക് പറന്നു പോയി.